പ്രിയ ദൈവമക്കളെ, മറ്റൊരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ നയിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനമെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമ്മുടെ ജീവിത നീതി, വിശ്വസ്തത, ഉത്തരവാദിത്വം എന്നിവ എത്ര പ്രാധാന്യമാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും ദൈവം തൻ്റെ സമാധാനവും അനുഗ്രഹവും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് വചനഭാഗം ഒന്ന് കേൾക്കാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം. ഒരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കുകയാകട്ടെ, തൻ്റെ കന്നുകാലിയെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തൻ്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ, അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം. തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലവോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. ഒരുത്തൻ കൂട്ടുകാരൻ്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവൻ്റെ വീട്ടിൽ നിന്ന് കളഞ്ഞുപോയാൽ കള്ളനെ പിടികിട്ടി എന്ന് വരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്നറിവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം. കാണാതെ പോയ കാള, കഴുത, ആട്, വസ്ത്രം മുതലായവ യാതൊന്നിനെയും സംബന്ധിച്ച് ഇത് എനിക്കുള്ളത് എന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരുപാട്ടുകാരുടെയും കാര്യം ദൈവസന്നിധിയിൽ വരണം. കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടി പകരം കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണ്. മറ്റൊരാളുടെ സ്വത്തിനെ നശിപ്പിക്കരുത്, നഷ്ടപ്പെടുത്തരുത്, വഞ്ചിക്കരുത് എന്ന സന്ദേശമാണ് ഇവിടെ പ്രധാനമായി കാണുന്നത്. ഒരു വ്യക്തി തൻ്റെ വയലോ മൃഗമോ ശ്രദ്ധിക്കാതെ വിട്ടതുകൊണ്ട് മറ്റൊരാൾക്ക് നഷ്ടമുണ്ടായാൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് നാം ഉത്തരവാദികളായിരിക്കണം. മറ്റുള്ളവരുടെ അവകാശങ്ങളെ നാം മാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വിശ്വാസത്തിൽ നാം വിശ്വസ്തരാകണം. ചെറുതായ കാര്യങ്ങളിലും നാം സത്യസന്ധത പാലിക്കണം എന്ന നിയമമാണ്. ചെറുതായ കാര്യത്തിലും നാം സത്യസന്ധത പാലിക്കണം. ഇന്നത്തെ ലോകത്തിൽ പലരും എനിക്ക് എന്തു ലാഭം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. എന്നാൽ ദൈവം പറയുന്നത് നീതി പാലിക്കുക, സത്യത്തിൽ നടക്കുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ദൈവ അനുഗ്രഹം അവിടെയുണ്ടാകും. ഒരു ചെറിയ തെറ്റുപോലും മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കാമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ മറ്റുള്ളവരോട് നീതിപൂർവമായിട്ടാണോ പെരുമാറുന്നത്? എന്നിൽ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ? അത് ഏത് കാര്യവുമായിക്കോട്ടെ. ഒരു മാതാവാകാം, ഒരു പിതാവാകാം, ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയാവാം. അത് ഏത് നിലയിലും എന്നെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണ്. എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സത്യസന്ധമാണോ? ദൈവം നമ്മെ നീതിയുടെയും വിശുദ്ധിയുടെയും വഴിയിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച്
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിനായിട്ട് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. കർത്താവേ, സത്യസന്ധതയിലും വിശ്വസ്തതയിലും നടക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിതം മുൻപോട്ട് നയിക്കുവാനുള്ളൊരു ജ്ഞാനം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിനക്ക് പ്രസാദമുള്ളതായി തീരുമാറാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് സമാധാനവും ആശ്വാസവും അവിടുന്ന് നൽകുമാറാകണമേ. ഞങ്ങളുടെ ഈ ദിവസം മുഴുവൻ തമ്പുരാനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടനിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.